ലൈഫിൽ എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴോ നമ്മൾ കണ്ണാടിയിലേക്കാണോ നോക്കാറ് അല്ലെങ്കിൽ ജനലിന് പുറത്താണോ നോക്കാറ്? ഒന്നും മനസ്സിലായില്ല? വാ പറഞ്ഞുതരാം. നിങ്ങൾ ബാസ്കറ്റ്ബോൾ ഇതിഹാസമായിട്ടുള്ള മൈക്കിൾ ജോർഡനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും സ്പോർട്സ് ലവേഴ്സ് ആണെങ്കിൽ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹം ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിൽ തൻ്റെ സ്കൂൾ ടീമിലേക്ക് ട്രൈ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയില്ല. സെലക്ഷൻ ലിസ്റ്റിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടില്ല. അദ്ദേഹം ആ ഹൃദയം തകർന്നു പോയി. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പക്ഷെ അവിടെ തൻ്റെ കോച്ചിനെ ബ്ലെയിം ചെയ്യാനോ തൻ്റെ സാഹചര്യത്തിനെ ബ്ലെയിം ചെയ്യാനോ നിൽക്കാതെ അദ്ദേഹം സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കണ്ണാടിയിൽ നോക്കി അദ്ദേഹത്തിൻ്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ഇന്ന് ബാസ്കറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പേര് എന്തായാലും പറയപ്പെടും, അത് മൈക്കിൾ ജോർഡൻ്റെ പേരാണ്. അത്രയും വലിയ ഇതിഹാസ താരമായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു. അത് അദ്ദേഹം കണ്ണാടി നോക്കിയത് കൊണ്ടാണ്, അല്ലാതെ ജനലിന് പുറത്ത് നോക്കി ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല. ഫെയിലിയർ മൈൻഡ് സെറ്റുള്ള ആളുകൾ പൊതുവെ ജനലിന് പുറത്ത് നോക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് എന്തെങ്കിലും പരാജയമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുക. വേഗം ജനലിനപ്പുറം നോക്കിയിട്ട് അയാൾ ചെയ്തത് കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അയാൾ മര്യാദക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്, അയാൾ ഇന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്താത്തതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ഫെയിലിയർ ആയത്, അങ്ങനെ പറയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഫെയിലിയർ മൈൻഡ് സെറ്റുള്ള ആളുകൾ. നേരെ മറിച്ച് കണ്ണാടി നോക്കുന്നവർ, വിജയിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർ, സക്സസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, അവരിലേക്കാണ് നോക്കുക. എന്താണ് ഞാൻ ചെയ്ത ഫാൾട്ട്, എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആവുക. എക്സ്റ്റേണൽ സാഹചര്യങ്ങളും വ്യക്തികളും നമ്മളെ തീരെ ബാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവയ്ക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഉണ്ട് നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ലുക്ക് ഇൻസൈഡ് ആൻഡ് ലുക്ക് അറ്റ് ദ മിറർ ദാൻ ടു ലുക്ക് ഔട്ട്സൈഡ് ആൻഡ് ബ്ലെയിം അതേഴ്സ്.